ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണം പാളുന്നു. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് നിരവധി ഭക്തർ എത്തിത്തുടങ്ങിയതോടെയാണ് തിരക്ക് അനിയന്ത്രിതമായത്. പമ്പയിൽ നിന്ന് മണിക്കൂറുകളോളം വരി നിന്നാണ് സ്വാമിമാർ സന്നിധാനത്ത് എത്തുന്നത്. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഡിസംബർ 30-ന് നട തുറന്നതോടെ ഓരോ ദിവസവും തിരക്ക് നിയന്ത്രണാതീതമാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടതോടെ മണിക്കൂറുകൾ ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ട അവസ്ഥയുമുണ്ട്. കഴിഞ്ഞ 7 ദിവസത്തിനിടെ 6 ലക്ഷത്തിലേറെ ഭക്തരാണ് ദർശനം നടത്തിയത്. പോലീസ് കൃത്യമായി കടത്തിവിടാതെ അനാവശ്യമായി നിയന്ത്രിക്കുകയാണെന്നാണ് ഭക്തരുടെ പരാതി. Thing is, like, they should form a queue system. Only then people can get in smoothly. People rush like anything. Sometimes the chance of getting in under the tire also, if anybody falls. Senior citizens and all, they cannot get into, and small kids and all, they get into. I was just talking to the police people also, like, please arrange. There are lots of buses, but it's not opened. So when they'll make a bus to come, and as a crowd, totally they just rush in, and it's a very big problem for us to get into this. പ്രായമുള്ള മാളികപ്പുറവും കുട്ടിസ്വാമിമാരുമൊക്കെ കടുത്ത ബുദ്ധിമുട്ടിലൂടെയാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തെത്തുന്നത്. എരുമയിൽ മുതൽ സന്നിധാനം വരെ ഇതാണ് അവസ്ഥ. ഭക്തരിൽ നിന്നും KSRTC ഉൾപ്പെടെ ഇരട്ടി ചാർജ് ഈടാക്കുന്നതിലും പ്രതിഷേധമുണ്ട്. വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. ഒരു മണ്ഡലകാലം കൂടി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതകൾ അടക്കം ഇപ്പോഴും മുൻപുണ്ടായിരുന്ന അതേ പ്രശ്നങ്ങൾ അതേപടി തന്നെ നിലനിൽക്കുന്നു. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം ശിവദാസ് കന്മനം, ജനം, സന്നിധാനം.